നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടേനേക്കാ കഷ്ടാന്ന് മനസ്സിലാവുകയും ചെയ്തു. നോ, ഇടയ്ക്കിടയ്ക്ക് ചെവി കേൾക്കാതെ പോകുന്ന സ്റ്റുഡൻസിനെ വെച്ച് ക്ലാസ് എടുക്കാൻ പാടില്ല. നമുക്ക് രണ്ടാൾക്കത് വേസ്റ്റ് ആണ്. നമുക്ക് എവിടെ വേണേലും പോവാം, എവിടെ വേണേലും. പക്ഷേ അതിന് ഈ കാശ് വേണ്ട. എലിസബത്ത് എനിക്കിപ്പോ അനിയത്തിയല്ലാതായി. എനിക്ക് നഷ്ടപ്പെട്ടത് ആകെ ഉണ്ടായിരുന്ന അമ്മച്ചി അനിയത്തിയാണ്. ഈ ഓഫീസിൽ വന്ന് റോയ്ച്ചന്റെ വാല്യുബിൾ ടൈമും കളഞ്ഞ് എനിക്ക് പുള്ളിക്കാരന്റെ കാണേണ്ട കാര്യമില്ല. നീ ഇങ്ങനെ രാപ്പകൽ അവന് കാവലിരിക്കൊന്നും വേണ്ട. ഞാൻ നേരത്തെ തന്നെ ചിലതൊക്കെ മനസ്സിൽ കണ്ടു. മുത്തച്ഛനുള്ള കാലത്തോളം എനിക്കൊന്നുമില്ല. പക്ഷേ അവർക്ക് രണ്ടാൾക്കും അവരുടെ ജീവിതം പോയി. അതവരറിയുന്നില്ല. പിന്നെ എന്തിനാണ്? അല്ല വല്യമാമ പഠിക്കലെന്നൊന്നും ചെയ്തോറണേ. കണ്ണു കണ്ട് എനിക്ക് പേടിയാവും. അറിവ് വെച്ചപ്പോൾ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഓരോന്നിന്റെയും അർത്ഥം പിഴയിട്ട് തുടങ്ങി. ഓപ്പറേഷന് പോകുമ്പോ നിന്റെ മുഖം കണ്ടാൽ ഞാൻ ആകെ തളർന്നു. അതെ അതെ, ആൾക്കാര് വട്ടമിട്ട് കൂവി ആർക്കുമ്പോ കണ്ണടച്ചാ മതി. നിങ്ങൾക്കങ്ങനെ കഴിയുമായിരിക്കും, എനിക്ക് സഹിക്കില്ല. ഞാനൊരു പെണ്ണല്ലേ. ഞാൻ ജോണിയെ കാണാൻ വരുന്നതല്ലേ? പക്ഷെ എനിക്ക് ജന്മത്തിൽ ജോണിയെ കാണാതിരിക്കാൻ പറ്റില്ല. മനക്കിന് പണിയില്ലെങ്കിലും കഴിഞ്ഞുകൂടാനുള്ളത് അടിയെ നയിച്ചുണ്ടാക്കും. അടിയൊരു പേടിയില്ല. കഴുകന്മാരെ പോലെ കാത്തിരിക്കുകയാണ് പാണ്ഡിച്ചേട്ടത് അല്ലേ?